കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കിഡ്നി ഒരു പൊട്ട് പോലെ കാണുന്നുണ്ടായിരുന്നുള്ളു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം. അപ്പോൾ പ്രാർത്ഥിച്ച് അവിടെ ധ്യാനം ആരാധനയിൽ പങ്കുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പം തന്നെ ഞാൻ ഫോൺ ചെയ്ത്. അപ്പം അവരവിടെ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കണമായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരേപോലെ 2 കിഡ്നിയും ഒരേപോലെ വളർച്ച വ്യാപിച്ചിരിക്കുന്നു. ഇതെന്തൊരു അതിശയമാണ്. ഇത് പത്തലെ മലയാളികൾ ഇപ്പോഴും ഇവിടെ കിടക്കണതേ ഉള്ളൂ. മറ്റേ തലച്ചോറ് ഫ്രിഡ്ജിൽ, തലയോട്ടി അടുപ്പിൽ. ഇതൊന്നും അല്ല, അവിടെ പുറത്തൊക്കെ ടെക്നിക്കലി ഒരുപാട് വളർന്നു, ഒരുപാട്. ഇതിനും ദൈവത്തിനും ഒരു പങ്കുമില്ല എന്നുള്ള സത്യം. ഈ പടക്കടിച്ചപ്പോൾ മന്ത് എവിടെ പോയെന്നാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. ഇതാണ് പറയണത്, ശാസ്ത്രം തോറ്റു, പാസ്റ്റർ ജയിച്ചു. സ്വപ്പ താമസിച്ചു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്.